ഒരു സാധാരണ വീട്ടമ്മയുടെ ഭവനത്തിൽ ജപമാല മുത്തുകളിൽ ദൃശ്യമായ സ്വർഗീയ പ്രകാശത്തിൽ തുടങ്ങി ഒടുവിൽ കത്തോലിക്ക സഭ ഔദ്യോഗികമായി ദൈവികമെന്ന് സാക്ഷ്യപ്പെടുത്തിയ അർജന്റീനയിലെ സാൻ നിക്കോളാസ് മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ ചരിത്രം വിശ്വാസി ഹൃദയങ്ങളിൽ വീണ്ടും വലിയ ആത്മീയ ഉണർവ് പകരുകയാണ്. കേവലം ഒരു നദീതീര നഗരമായിരുന്ന ഈ പ്രദേശം ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയോടെ ഒഴുകിയെത്തുന്ന പുണ്യഭൂമിയായി മാറിയത് ദൈവമാതാവിന്റെ അതിശക്തമായ മാധ്യസ്ഥവും പരിപാലനയും വഴിയാണ്. ദൈവശാസ്ത്രപരമായ വലിയ ജ്ഞാനങ്ങളൊന്നുമില്ലാത്ത ഗ്ലാഡിസ് ക്യൂർഗിയോ ഡി മോട്ട എന്ന വീട്ടമ്മയിലൂടെയാണ് ദൈവം തന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തിയത്. ഒരു ദിവസം പ്രാർത്ഥനാ മുറിയിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ കയ്യിലിരുന്ന ജപമാല മുത്തുകൾ അത്ഭുതകരമായി സ്വർഗീയ പ്രകാശത്താൽ തിളങ്ങാൻ തുടങ്ങി. തുടർന്ന് ഉണ്ണീശോയെ കൈകളിലേന്തി വലിയൊരു ജപമാലയുമായി പരിശുദ്ധ അമ്മ അവർക്ക് ദർശനമേകി. 1983 1990 ഇടയിൽ പരിശുദ്ധ അമ്മയിലൂടെയും കർത്താവായ ഈശോ മിശിഹായിലൂടെയും 1800-ലധികം സ്വർഗീയ സന്ദേശങ്ങളാണ് ഗ്ലാഡിസിന് ലഭിച്ചത്. ലോകത്തിന്റെ പാപപരിഹാരത്തിനായുള്ള അനുതാപം, ആത്മീയ നവീകരണം, പ്രായച്ചിത്തം, മുടങ്ങാതെ ദിവസവുമുള്ള ജപമാല പ്രാർത്ഥന എന്നിവയായിരുന്നു അമ്മ ആവശ്യപ്പെട്ടത്. ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ ഒരു പ്രത്യേക നിർദ്ദേശം സഭാ ഉദ്യോഗസ്ഥരിൽ വലിയ അത്ഭുതമാണ് ഉളവാക്കിയത്. മുൻപ് ലിയോ 13 മാർപ്പാപ്പ ആശീർവദിച്ചതും എന്നാൽ കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയതുമായ ഒരു മാതാവിന്റെ തിരുസ്വരൂപം കണ്ടെത്തുക എന്നതായിരുന്നു ആ നിർദ്ദേശം. അമ്മ നൽകിയ കൃത്യമായ അടയാളങ്ങൾ പിന്തുടർന്ന് സഭാ അധികാരികൾ സെന്റ് നിക്കോളാസ് ഓഫ് ബാരി കത്തീഡ്രലിന്റെ മുകളിലുള്ള ബെൽ ടവറിൽ തിരച്ചിൽ നടത്തി. അവിടെ പൊടിയും മാറാലയും പിടിച്ചുപേക്ഷിക്കപ്പെട്ട നിലയിൽ 1884 റോമിൽ നിന്ന് കൊണ്ടുവന്ന തടി കൊണ്ട് കൊത്തിയെടുത്ത ഒരു പഴയ ജപമാല രാജ്ഞിയുടെ തിരുസ്വരൂപം അവർ കണ്ടെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഗ്ലാഡിസ് ദർശനത്തിൽ വിവരിച്ച നീലയും പിങ്കും കലർന്ന വസ്ത്രവും ഉണ്ണീശോയുടെ ഇരുപ്പും ഉൾപ്പെടെയുള്ള എല്ലാ അടയാളങ്ങളും ആ തിരുസ്വരൂപവുമായി 100% കൃത്യതയോടെ ഒത്തുപോയിരുന്നു. മനുഷ്യബുദ്ധിക്ക് അതീതമായ ഈ സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ച് സഭ ദശാബ്ദങ്ങൾ നീണ്ട ആഴത്തിലുള്ള ആത്മീയ ശാസ്ത്രീയ പഠനങ്ങളാണ് നടത്തിയത്. സന്ദേശങ്ങളുടെ ദൈവശാസ്ത്രപരമായ വിശുദ്ധി പരിശോധിക്കുകയും ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ മാധ്യസ്ഥത്താൽ നടന്ന നിരവധി അത്ഭുത രോഗശാന്തികളെക്കുറിച്ച് സഭയുടെ മെഡിക്കൽ കൗൺസിൽ പഠിക്കുകയും ചെയ്തു. ഒടുവിൽ എല്ലാ പ്രാർത്ഥനകൾക്കും പഠനങ്ങൾക്കും ഒടുവിൽ 2016 മെയ് 22 സാൻ നിക്കോളാസ് രൂപതാമെത്രാൻ ബിഷപ്പ് ഹെക്ടർ കാർഡെല്ലി ഈ അത്ഭുതങ്ങൾ പൂർണ്ണമായും അമാനുഷികവും സ്വർഗീയവുമാണെന്ന് വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പൂർണ്ണ യോഗ്യവുമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അമ്മ തന്റെ സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ടതുപോലെ പരാന നദീതീരത്ത് എൽ ക്യാപിറ്റോ എന്ന പുൽത്തകിടിയിൽ വലിയൊരു മരിയൻ ബസിലിക്ക പണി കഴിപ്പിച്ചു. ഒരേ സമയം 9000-ഓളം വിശ്വാസികൾക്ക് ഒത്തുചേർന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാവുന്ന കൂറ്റൻ ദേവാലയമാണിത്. എല്ലാ വർഷവും സെപ്റ്റംബർ 25 ഈ വലിയ അനുഗ്രഹത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ നിന്നും 240 കിലോമീറ്റർ ദൂരം ദിവസങ്ങളോളം ജപമാല പ്രാർത്ഥനയോടെ കാൽനടയായി താണ്ടി പ്രായശ്ചിത്ത ഭക്തിയോടെ എത്തുന്ന 10,000-കണക്കിന് മക്കൾ ഇവിടുത്തെ വലിയ വിശ്വാസ സാക്ഷ്യമാണ്.